Hello guys, welcome to my YouTube channel. I'm Najia. I'm a 6th year medical student. 7 years, 3 countries, China, Ukraine and Uzbekistan. That university was bilingual. Expel ആയി ഇനി നിങ്ങൾ ഇത്ര ഡേയ്സ് നമുക്ക് രാജ്യത്ത് നിൽക്കാം like war 2022. This is not MBBS. It's such an uncertain period of our lives. We were all a little scared because I completed my MBBS. So it all started എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു +1 +2 കൂടെ തന്നെ റേസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ PC തോമസ് ക്ലാസ്സസ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അങ്ങനെ നീറ്റ് കഴിഞ്ഞ് എനിക്ക് BDS എങ്ങാണ്ടോ ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി കറക്റ്റ് എന്തൊക്കെയാണ് നടന്നതെന്നൊന്നും, ബട്ട് BDS തോന്നുന്നു ചേരാൻ വിചാരിച്ചു നിന്നത്. അങ്ങനെ നിന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് റഷ്യയിൽ പോകാമെന്ന് പറഞ്ഞു. ആ കുട്ടി റഷ്യയിൽ പോകുന്നതിനെ കുറിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം I've never thought about this abroad MBBS പരിപാടി എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരിക്കൽ പോലും നോട്ട് ഈവൻ എ സിംഗിൾ ടൈം ഐ തോട്ട് അബൌട്ട് ദാറ്റ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചു. ഈ ഒരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു, ആ കൺസൾട്ടൻസിയിൽ പോയി അന്വേഷിച്ചു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴേക്കും റഷ്യ പ്ലാൻ മാറി ചൈനയായി. ചൈനയിൽ അവർ കുറേ യൂണിവേഴ്സിറ്റീസിൻ്റെ ഓപ്ഷൻ തന്നു. ഇപ്പോഴൊന്നും എൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടില്ല, വീട്ടിലൊന്നും അറിയയില്ല. പിന്നെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് എന്ന് ഞാൻ പറയുള്ളൂ. എവറിത്തിങ് ജസ്റ്റ് ഹാപ്പൻഡ്. ഐ ഡിസൈഡഡ് ടു ഗോ ടു ചൈന. സോ ദർ ഇസ് ദിസ് ജൂനിയർ ഓഫ് മൈൻ. ഞാൻ അവളെ അവിടെ വെച്ചിട്ട് കണ്ടു. ആ കുട്ടിയും അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. ഷീ ഈസ് ബേസിക്കലി മൈ ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ് നൗ. അങ്ങനെ ഞങ്ങൾ ചൈനയിലോട്ട് പോയി. അങ്ങനെ അവിടെ നല്ല സന്തോഷമൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ ഫുൾ ചൈനീസ്, വേറെ ഒന്നും മെഡിക്കൽ സബ്ജക്ട്സ് ഒന്നും പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് സോ ഗുഡ് ലിവിങ് ദർ ബിക്കോസ് നമ്മൾ നാട്ടിൽ ഒരു സാധാ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിക്ക് ജീവിച്ച് നമുക്ക് എല്ലാ ഫ്രീഡവും കിട്ടി. ഒരു നല്ലൊരു സ്ഥലം, നമ്മൾ യൂണിവേഴ്സിറ്റീൻ്റെ തൊട്ട് മുന്നിൽ തന്നെ മെട്രോ, ഇതൊക്കെ ഒരു ഭയങ്കര ഫെസിലിറ്റി ആണെന്നോ ഒരു ഇത്രയും നല്ല കാര്യമാണെന്നോ അവിടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് മാറി വേറെ രാജ്യത്ത് എത്തുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഈ റിയലൈസേഷൻ ഇത്രയും നല്ല സ്ഥലമായിരുന്നു ചൈന എന്നുള്ളത്. ബിക്കോസ് ഓൺലൈൻ ഷോപ്പിംഗ്, ഫുഡ്, എല്ലാ ഫെസിലിറ്റീസും, ഈ പേയ്മെൻറ്റ് കാര്യങ്ങൾ, എവ്രിതിങ് വാസ് ബെറ്റർ ഇൻ ചൈന. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു ആ രാജ്യം. അങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു കുക്കിംഗ്. അല്ലാതെ ഞങ്ങൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അവിടെ അങ്ങനെ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നപ്പം ചെറുതായിട്ട് ഇങ്ങനെ കേട്ടു എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷൻ യാ അങ്ങനെയൊക്കെ കേട്ടു. വി ഡിഡ്ന്റ് മൈൻഡ് ഇറ്റ്. അങ്ങനെ ഒന്നോ രണ്ടോ കുട്ടിയെങ്ങാണ്ട് ട്രാൻസ്ഫർ എടുത്തു. 2 കുട്ടികളാണെന്ന് തോന്നുന്നു ചൈനയിൽ വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് തന്നെ. അങ്ങനെ നെക്സ്റ്റ് ഇയർ ഞങ്ങൾ നാട്ടിൽ ഹോളിഡേയ്സിന് തിരിച്ചു വന്ന് ഞങ്ങൾ മെഡിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഫസ്റ്റ് ഇയർ മൊത്തം ചൈനീസ് ആയിരുന്നല്ലോ. അങ്ങനെ മെഡിക്കൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് 2-3 ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ദിസ് ഇസ് നോട്ട് MBBS. ഇങ്ങനെ എഴുതി കാണിച്ചു, ദിസ് ഇസ് നോട്ട് MBBS, ഇറ്റ് ഇസ് ചൈനീസ് മെഡിസിൻ. അങ്ങനെ എഴുതി കാണിച്ചു. അത് കണ്ടതോടെ ഞങ്ങളെല്ലാവരും പാനിക്കായി. ബിക്കോസ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാണ്ട് വന്ന ആൾക്കാരാണ്. ലൈക്ക് ഇതിൻ്റെ ഭയങ്കരമായ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഐ വാസ് ലൈക്ക് 18, 19 ഓർ സംതിങ് ബാക്ക് ദെൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെറിയ കുട്ടികളാണ്. അങ്ങനെ ഒരു സാധനം എഴുതി കാണിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒബ്വിയസ്ലി പാനിക്കാവും. ഞങ്ങൾക്ക് ടെൻഷനായി. ലൈക്ക് ഇറ്റ്സ് അവർ ഫ്യൂച്ചർ. നമ്മൾ ഇത്രയും പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു സ്ഥലത്ത് പഠിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഡിഗ്രി എല്ലാം കൂടെ കഴിയുമ്പോൾ ലാസ്റ്റ് ഇതിന് വാല്യൂ ഇല്ലാതായി പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല ടെൻഷനായി. ബിക്കോസ് ദാറ്റ് യൂണിവേഴ്സിറ്റി വാസ് ബൈലിംഗ്വൽ. ദർ ഇസ് ബൈലിംഗ്വൽ മീൻസ് ചൈനീസിലും ഇംഗ്ലീഷിലും ക്ലാസ് എടുക്കുന്നത് ബൈലിംഗ്വൽ. ടീച്ചിങ് മൊത്തം ഇംഗ്ലീഷിലാണെങ്കിലും ഇറ്റ് വാസ് ബൈലിംഗ്വൽ. വേറെ അതർ യൂണിവേഴ്സിറ്റീസ് ഇംഗ്ലീഷിൽ മാത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്സ്പെൽ ചെയ്തിട്ട് വേറെ ചൈനയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ
ആദ്യം ചെയ്ത കാര്യം ഓടിപ്പോയി എക്സ്പെൽ കൊടുത്തു. അങ്ങനെ എന്നിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ബട്ട് ഞങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഐ ഗെസ് സെപ്റ്റംബർ ഓർ സംതിങ്. ബൈ ദ ടൈം ചൈനയിലെ യൂണീസൊക്കെ സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. ഈ ചൈനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പോലെ ഒരുപാട് സ്റ്റുഡൻസിനെ ഇങ്ങനെ എടുക്കില്ല. അവിടെ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇത്ര എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള കൗണ്ട് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് 60 ഓർ സംതിങ്. അപ്പം അത് ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ഫ്യൂ സ്റ്റുഡൻസ് ഗോട്ട് അഡ്മിഷൻ ഇൻ സം യൂണീസ്. ലാസ്റ്റ് മൊമെൻറ്റ് ഞങ്ങൾ നല്ല ട്രൈ ചെയ്തു ഒരുപാട് യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ ബിഗ് ഡീൽ ടു ബി ഓണസ്റ്റ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, ട്രാൻസ്ഫർ കിട്ടുമെന്ന് അറിയില്ല. അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ സ്പ്ലിറ്റ് ആവാണ്. ഇറ്റ് വാസ് സാഡ്. ഞാൻ ആദ്യം ട്രാൻസ്ഫർ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മളെ പാരൻസിനായിക്കോട്ടെ എല്ലാവർക്കും ഇതൊരു വിഷമം തന്നെയല്ലേ, നമ്മളൊരു സ്ഥലത്ത് പഠിക്കാൻ വിട്ടിട്ട് അവിടെ നിന്ന് ഇനി മാറാമെന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെ അതും ഒരു ഫ്ലോയിൽ അങ്ങോട്ട് നടന്നു. ഞങ്ങൾ ട്രാൻസ്ഫർ നോ. അതിനിടയ്ക്ക് വി ഗോട്ട് ടു നോ, ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വി ഗോട്ട് ടു നോ വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ പഠിക്കുന്നതുകൊണ്ട്. വേറെയും കുറേ കുട്ടികൾ ഓപ്റ്റഡ് ടു സ്റ്റേ ഇൻ ദി യൂണി ഇറ്റ്സെൽഫ്. പക്ഷേ ഞങ്ങൾ ആ എക്സ്പെൽ കൊടുത്തത് ഞങ്ങൾക്കൊരു പണിയായി. ഞങ്ങൾ ആ എക്സ്പെൽ കൊടുത്തത് തിരിച്ച് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു 1-2 ദിവസം ഒരുപാട് നടന്നു. We wanted to stay there. Like, we wanted to stay in that uni and study there. അതിന് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു. അതുവരെ ഉള്ളൊന്നും അത്ര വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അവിടുന്ന് മാറുന്നില്ല, അവിടെ തന്നെ നിന്നോളാം, റിസ്ക് എടുത്ത് ഇവിടെ നിന്നോളാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പലരെയും പോയി കണ്ടു. യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെയോ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ കയറി അവിടെ വെയിറ്റ് ചെയ്ത് കാലും പിടിച്ചു. ആരും സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു എക്സ്പെലായി, ഇനി നിങ്ങൾ ഇത്ര ഡേയ്സ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കാം, ഈ ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകണം. ഇറ്റ് വാസ് സോ സാഡ്. വി വർ ഓൾ റിയലി സാഡ്. വെയിൽ പോയി. അങ്ങനെ ചൈനന്ന് പുറത്തായിരുന്നു. ചൈനയിൽ വേറെ യൂണിവേഴ്സിറ്റിയിലൊന്നും കിട്ടുകയില്ല എന്ന് തീരുമാനമായി. അപ്പം ഞങ്ങൾ ഇനി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാമെന്നത് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത കൺട്രി ആയിരുന്നു യുക്രൈൻ. പിന്നെ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ ഇല്ല. വി ജസ്റ്റ് ഡിസൈഡഡ്. മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ അറിയില്ല. കാരണം ഞങ്ങൾ ഈ എക്സ്പെൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോയി. ഞങ്ങൾ ഉക്രൈനിലോട്ട് പോകാനുള്ള തീരുമാനം എടുത്ത് ഞങ്ങൾ കൊച്ചിയിലോട്ടാണ് പോയത്. വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് 2 days കൊച്ചിയിൽ നിന്നു. അവിടെ നിന്ന് തന്നെ തിരിച്ച് യുക്രൈനിലോട്ട് പോയി. ഇറ്റ് വാസ് ഇൻ നവംബർ. അങ്ങനെ November 1st, I guess, November 1st or 8th ഞങ്ങൾ യുക്രൈനിലെത്തി. അപ്പോഴേക്കും അവിടെ അത്യാവശ്യം എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കതൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾക്ക് നല്ല വിഷമിച്ച് ടെൻഷനടിച്ച് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് എത്തിയപ്പോൾ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കിന്നാരം. അതായത് ചൈന വാസ് സച്ച് എ ഗുഡ് പ്ലേസ്. ഞങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടിയൊന്നും വരാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ കീവ് ഇസ് എ ക്യാപിറ്റൽ. അവിടെ നിന്നൊക്കെ നല്ല ദൂരമുള്ള ഏതോ ഒരു ഉൾപ്രദേശത്തോട്ടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ പോകുന്ന വഴിയൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു സ്ഥലമൊന്നുമല്ല എന്നുള്ളത്. കാരണം ഞങ്ങൾ ഈ ഡിഗ്രിയുടെ കാര്യം മാത്രം ആലോചിച്ചതുകൊണ്ട് സ്ഥലത്തിനെ കുറിച്ചോ ഒന്നും അങ്ങനെ റീസർച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാരണം ഇത്രയൊക്കെ അല്ലേ, ലൈക്ക് പുറത്തൊരു സ്ഥലത്ത് പഠിക്കുമ്പം നമുക്കൊരു മിനിമം എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഔട്ട്സ്കേർട്ട്സിന് പറയുമോ എന്ന് എനിക്കറിയില്ല. എന്താ ഞങ്ങൾക്ക് കണ്ടപ്പം ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മെഹർക്ക് ആകെ ഷോക്കായി പണ്ടാറടങ്ങി പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. അങ്ങനെ ആകെ വിഷമിച്ച് അവിടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. മലയാളീസ്, Nigerians, Indians generally. ചൈനയിൽ there were only few people. പീസ്ഫുൾ ആയിരുന്നു. ഇവിടെ ഇറ്റ് വാസ് കെയോട്ടിക്. ഒരുപാട് ആൾക്കാർ ചുറ്റും നമ്മളെ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ സീനിയോറിറ്റി. പേഴ്സണലി എനിക്കത് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദി ക്ലാസ്സസ് വർ റിയലി ഗുഡ് ഓവർ ദർ. ഞങ്ങൾ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു പോയി. അത്രയേ ഉള്ളൂ.
അപ്പം ഞങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഓക്കെ ഇവിടെ എത്തി, അങ്ങനെ ഇവിടെ ബാക്കി എല്ലാവരും പോലെ ഒക്കെ കഴിഞ്ഞ് ഡോക്ടറായിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. ബട്ട് നോ, കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഈ പാൻഡമിക് എന്ന് പറയുന്ന സാധനം കേട്ടത്. കോവിഡ് 2019, no 2020 I guess, not sure, 2021, I'm not sure ഏത് ഇയറാണ് കോവിഡ് വന്നതെന്ന്. ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നു. അങ്ങനെ കോവിഡ് വന്ന സമയത്ത് പിന്നെയും ഒരു വലിയ പോസ് ഉണ്ടായി ഞങ്ങൾ പിന്നെ പഠിത്തത്തിൽ. അങ്ങനെ എല്ലാവരും നാട്ടിൽ പോയി. ഞാൻ നാട്ടിൽ പോയില്ല ആ സമയത്ത്. എല്ലാവരും പോയി. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും പോയി. അങ്ങനെ ഞാനും ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നത് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും നാട്ടിൽ പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇതൊക്കെ വെരി സിമ്പിൾ നോർമൽ ലൈഫ്. അങ്ങനെ നിന്നപ്പോൾ ആണ് അടുത്ത സാധനം. ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കേട്ടു, വാർ. ഇറ്റ്സ് 2022, യുദ്ധോ, ലൈക്ക് വാർ 2022. അത് നമ്മളുള്ള സ്ഥലത്ത്. There was a phase when we made fun of all these things, like idonnu nadakkulanu. We were so sure. Then there was a phase, okay, this is about to happen, but it's not gonna affect us. It's just gonna happen, and adange tirnolu nammal areyum badikade. And there was next phase where we were all a little scared because, okay, something's gonna happen, and which we have never ever experienced. So ഇതെന്താവെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പല ഫേസസ് ആയിരുന്നു. അങ്ങനെ ആക്ച്വലി യുദ്ധം എന്ന് പറയുന്ന സാധനം ഉണ്ടായി, വാർ ഉണ്ടായി. ഇറ്റ്സ് ടു ലോങ്, ബട്ട് ഇറ്റ്സ് ഓക്കേ. ആരും കാണിലേക്ക് കണ്ടോ, മൈൻഡ്. അങ്ങനെ This is how I look without glasses. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ വാരം വന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഈ മൊത്തം സംഭവത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് ഞങ്ങളത് എഫക്റ്റ് ചെയ്തത്. ഐ മീൻ ബോർ വന്നു, വാക്കേഷൻ ഫ്ലൈറ്റ് നാട്ടിൽ പോയി, അതൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് ദ മെയിൻ പ്രോബ്ലം വാസ് ദാറ്റ് ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിൽ പോയിട്ട് എപ്പോൾ തിരിച്ചു വരും. ബട്ട് വി വർ സോ ഷുവർ തിരിച്ചു വരാൻ പറ്റും, വേറെ കഴിയും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ പക്ഷേ ഫോർ സം റീസൺ ഞങ്ങൾ നാട്ടിൽ പോയി. വി വർ സ്റ്റക്ക് ദെയർ ഫോർ 8 months ഓർ സംതിങ്. അത്രയും കാലം ഞങ്ങൾ അവിടെ നിന്നു. ഇറ്റ് വാസ് സച്ച് എൻ അൺസർട്ടൺ പീരീഡ് ഓഫ് അവർ ലൈഫ്സ്. ഞങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരിച്ച് യുക്രൈനിലോട്ട് തന്നെ വരാൻ പറ്റും, പഠിത്തം നോർമലായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നായിരുന്നു. ബട്ട് ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ 8 monthsോളം നാട്ടിൽ ഒരു ഭയങ്കരമായ അൺസർട്ടൺ ഫേസ് ആയിരുന്നു അത്. കാരണം എങ്ങോട്ടാണ് പോകുന്നത്, ഇനി എന്തും. കാരണം ഒരു സമയത്തൊക്കെ ഇറ്റ് വാസ് ലൈക്ക് വി വിൽ ഗോ ബാക്ക്. ഞങ്ങളിങ്ങനെ നോക്കും, വാർ കഴിഞ്ഞു അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കും, അല്ലെങ്കിൽ തിരിച്ചെപ്പോൾ പോകാൻ പറ്റും. വാർ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എപ്പോൾ പോകാൻ പറ്റും എന്നുള്ളത്. ബിക്കോസ് ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ലൈക്ക് ഇമോഷണലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി പകുതിക്കേശ് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഓൾ എ റിസ്ക്. അപ്പോൾ ആ റിസ്ക് എടുക്കണോ, ഐ വാസ് ഇൻ കൺഫ്യൂഷൻ. ആ റിസ്ക് എടുക്കണോ, ഇനി വേറെ രാജ്യത്തേക്ക് പോകണോ. ഒരു ഫേസ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തിരിച്ചു പോകാൻ പറ്റില്ല. ലൈക്ക് നോർമൽ രീതിക്ക് തിരിച്ചു പോയി അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായപ്പം ഞങ്ങൾ ട്രാൻസ്ഫർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഈ ചൈന ക്ലോസ് ആയി, പിന്നെ അർമേനിയ എന്തൊക്കെയോ ഇഷ്യൂസ്, കസാഖ്സ്ഥാൻ ഇഷ്യൂ, റഷ്യ പോകാൻ പറ്റില്ല ഒബ്വിയസ്ലി. അങ്ങനെ രാജ്യങ്ങളുടെ ഇതും ഇനി ഇത്ര കൺട്രീസൊക്കെ ഉള്ളൂ. ജോർജിയ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് കിർഗിസ്ഥാൻ, അങ്ങനെ ഏതൊക്കെയോ 2-3 കൺട്രി ആണ് ഓപ്ഷനിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ somehow we all decided, ഞങ്ങൾ 8 people, 8 അല്ലേ, we decided ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോവാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ അതുവരെയുള്ള കൺസൾട്ടൻസിനെ വിട്ടിട്ട് പുതിയൊരു കൺസൾട്ടൻസിനെ പോയി കണ്ട്, ഏജൻസി കൺസൾട്ടൻസി whatever, അവരെ പോയി ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ തഷ്കെന്റ് മെഡിക്കൽ അക്കാഡമി ചൂസ് ചെയ്തു. ഒന്നാമതേ ഉസ്ബെക്കിസ്ഥാൻ നടപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. അയ്യോ ഉസ്ബെക്കിസ്ഥാൻ ഇനി രാജ്യം എങ്ങനെയായിരിക്കും, മരുഭൂമിയാണോ, പിന്നെ എങ്ങനത്തെ ആൾക്കാരാണോ എന്നൊന്നും അറിയില്ലല്ലോ.
പിന്നെ സോ വി ഡിഡ് എ ലോട്ട് ഓഫ് റിസർച്ച് ലൈക്ക് യൂട്യൂബ് പീപ്പിൾ അങ്ങനെ കുറേ എൻക്വയറി ചെയ്ത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഉസ്ബെക്കിസ്ഥാനിൽ വരാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഇവിടത്തേക്ക് അധികം അഡ്മിഷൻസ് ഒന്നും ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തൊരു ഞങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്ന കൺസൾട്ടൻസിനെ വിട്ട് വേറൊരു ആളെ മീറ്റ് ചെയ്ത് അവർ ത്രൂ ആണ് വന്നത്. വി 8 people. ഐ തിങ്ക് ആ സമയത്ത് ഞങ്ങൾക്ക് എടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെത്തി, തഷ്കെന്തിലെത്തി. തഷ്കെന്ത് മെഡിക്കൽ അക്കാഡമിയിലെ 4th year സ്റ്റുഡൻസ് ആയിട്ട് അഡ്മിഷൻ എടുത്തു. ആ ഇയർ മുതൽ ഇറ്റ് വാസ് ക്ലിനിക്കൽസ് ഫോർ അസ്, ലൈക്ക് ഹോസ്പിറ്റൽ ക്ലാസ്സസ് ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് 3 years ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് അറിയില്ല. ബട്ട് അതിന് ശേഷമുള്ള ക്ലാസ്സസ് ആൻഡ് ഓൾ എവറിത്തിങ് വാസ് ഓക്കെ, നോട്ട് ബാഡ്. ഇപ്പം ഇവിടുത്തെ 6th year മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഇവിടെ വന്നതിന് ശേഷവും കുറച്ച് ലിറ്റിൽ കുഞ്ഞി പ്രശ്നങ്ങൾ ആൻഡ് ഓൾ, ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. സോ ഇറ്റ് വാസ് ഓക്കെ, വി വർ ഓക്കെ വിത്ത് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പഠിച്ചു. അതാണ് കഥ, അത്രയേ ഉള്ളൂ. വെൽ ഐ വാസ് ഇൻ ചൈന നോർമൽ. യുക്രൈനിലായിരുന്നപ്പോൾ ചൈനയിൽ പോകണം. ഇവിടെ വന്നപ്പോൾ യുക്രൈനിൽ പോകണം. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് ചൈനയിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ചൈന ഈസ് ഓൾവേസ് ലൈക്ക് ഞങ്ങൾക്ക് എന്തോ വലിയ സംഭവം. ബിക്കോസ് ഒരു വർഷം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലൈഫ്സ് വി എവർ ഹാഡ്. ഐ തിങ്ക് ഫോർ മോസ്റ്റ് ഓഫ് us, നോട്ട് ജസ്റ്റ് ഫോർ മീ, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും. ഇറ്റ് വാസ്, പിന്നെ വി വർ സോ യങ്. അതുകൊണ്ട് തന്നെ China was such a good place to live. I think I'm getting too comfortable with this thing. So, up itrelu. If anyone's watching this video and want to know more about all these things, just comment below. So, നമുക്ക് ഗസ്റ്റ് ഉണ്ട്. മേഹ കൈതിരിക്കുന്നുണ്ട്. മേഹ എന്ന് വെച്ചാൽ എന്ത് സുഹൃത്തും വഴികാട്ടിയും. അപ്പം ബേസിക്കലി ഞങ്ങളാണ് ഈ ജേർണിയിൽ മൊത്തം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണിത്. ഹൗ വാസ് ഇറ്റ്? എൻ്റെ നല്ലതായിരുന്നു പറയുന്നത്. ശരി, ഞാൻ മോശം പറയാൻ വന്നേക്കും. മോശം അല്ലേ? എൻ്റെ നല്ല ഇല്ലെങ്കിൽ നല്ല ഇല്ലാത്ത ഭാഗം നല്ല രസമുണ്ടല്ലോ. എൻ്റെ മുഖത്ത് എന്തെങ്കിലും വെക്കണേ. And subscribe to my YouTube channel.